ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം നാളുകളായി സന്തോഷത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചും ചിന്തിച്ചു വരികയായിരുന്നു. നിങ്ങൾ നാളുകളായി തിരുവചനം കേൾക്കുന്നു. നിങ്ങൾക്ക് സന്തോഷം ലഭിച്ചുവോ? പഴയതിലും സന്തോഷം കൂടിയോ? ആനന്ദം കൂടിയോ? വിവിധ തലങ്ങളിൽ, വിവിധ നിലകളിൽ സന്തോഷിക്കാമെന്ന് നാം തിരുവചനത്തെ അടിസ്ഥാനമാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സാഹചര്യങ്ങൾ വിപരീതമാണെങ്കിലും അതിൽ സന്തോഷിക്കാൻ കഴിയണമെന്നുള്ള ദൈവീകമായ ചില സന്ദേശങ്ങളാണ്. സാഹചര്യം അനുകൂലമാകുമ്പോൾ സന്തോഷിക്കാൻ ആർക്കും പറ്റും, ഇല്ലേ? തീർച്ചയായും പറ്റും. നല്ല സാമ്പത്തികമായ സ്ഥിതി, കുടുംബത്തിൽ വേറെ പ്രതിസന്ധികളൊന്നുമില്ല, രോഗങ്ങളില്ല, കഷ്ടപ്പാടുകളില്ല, നാം മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നു. തീർച്ചയായിട്ടും സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്കൊരു സന്തോഷം വരും. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള നല്ല സാഹചര്യങ്ങൾ പോലും സന്തോഷിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ട് പോലും. നല്ല ധനാഢ്യര് എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് സന്തോഷമില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് ഒരു മനുഷ്യന് യഥാർത്ഥ സന്തോഷം കൊടുക്കാൻ കഴിയും. ഇല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തിനോ വേണ്ടിയിട്ടുള്ളതായ ഒരു ദാഹം ഇപ്പോഴെല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് ലഭിക്കാത്തതായ ചില കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് പറയാൻ പോലും കഴിയുന്നില്ല. ചില കാര്യങ്ങൾ ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതാണ് അവരുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്നത്. പക്ഷേ വളരെ ദരിദ്രരായവർ, രോഗികളായിട്ടുള്ളവർ, കഷ്ടപ്പാടിൽ കഴിയുന്നവർ, അങ്ങനെ എത്രയോ ആളുകൾ സന്തോഷിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമോ ഫാനി ക്രോസ്ബി എന്ന ആ പെൺകുട്ടിയെക്കുറിച്ച്? രണ്ട് കണ്ണും കാണാൻ കഴിയാത്ത ആ പെൺകുട്ടി ആയിരക്കണക്കിന് ഗാനങ്ങൾ എഴുതി, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ. എന്തുമാത്രം ആഴമേറിയ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഗാനങ്ങൾ ആ പ്രിയ സഹോദരി എഴുതാനിടയായി. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും സന്തോഷം ബഹിർഗമിക്കുമ്പോഴാണ് അത് പലപ്പോഴും പാട്ടുകളായി എഴുതാൻ കഴിയുന്നത്. സന്തോഷം ഇല്ലെങ്കിൽ പാട്ടുപാടാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലെങ്കിൽ അവർ കുറച്ച് ശോകഗാനങ്ങളൊക്കെ എഴുതുമായിരിക്കാം. പക്ഷേ ഫാനി ക്രോസ്ബി ആയിരക്കണക്കിന് ഗാനങ്ങൾ എഴുതി, രണ്ട് കണ്ണും ഇല്ലാത്ത, കാഴ്ചയില്ലാത്ത ഒരു അന്ധയായിരുന്നു. പക്ഷേ അവൾക്ക് ദൈവവുമായി പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ വിപരീതമാണെങ്കിലും മാറാ രോഗങ്ങളോ പ്രതിസന്ധികളോ കടബാധ്യതകളോ ഞെരുക്കങ്ങളോ നാം ആഗ്രഹിച്ചതും പോലെയോ പ്രാർത്ഥിച്ചതുപോലെയോ ആശിച്ചതുപോലെയോ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും. പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. പല പരീക്ഷകൾ അത് വരുമ്പോൾ ചില ദുഃഖങ്ങൾ വരും. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ ദുഃഖം അല്പനേരത്തേക്കേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇവിടെ അല്പനേരത്തേക്കേ ഉള്ളൂ എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, ഈ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം ഏറെയായാൽ 80 എന്ന് അവിടെ 90-ാം സങ്കീർത്തനത്തിൽ മോശ തൻ്റെ സഹോദരനായ അഹ്റോൻ മരിച്ചു കിടക്കുമ്പോൾ എഴുതിയതായ ഗാനത്തിൽ, സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ദൈവം മനുഷ്യന് കൽപ്പിച്ചാക്കിയിരിക്കുന്ന ആയുസ് 120 സംവത്സരമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഐ വിൽ ഗിവ് ഹിം 120 years ടു മെൻ ഹിസ് വേസ് എന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ആയുസ് 120 സംവത്സരമാണ്. പക്ഷേ 120 സംവത്സരം ജീവിക്കുന്ന എത്ര പേരുണ്ട്? മനുഷ്യൻ്റെ ആയുസ് എത്രയോ പേര്, എത്രയോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്നു, അല്ല ജനിക്കുന്നതിന് മുമ്പേ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് മരിച്ചു പോകുന്നു. ജനിച്ച് വളർന്നു വരുമ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ ആളുകൾ, എത്രയോ യൗവനക്കാർ, എത്രയോ മധ്യവയസ്കർ, നമുക്കറിയാം ഒരുപക്ഷെ നമ്മുടെ സ്വന്തത്തിലോ ബന്ധത്തിലോ പെട്ടവർ, അവർ കടന്നു പോകുന്നു. എന്നാൽ ഒരു മനുഷ്യൻ, അവന് ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ് മുഴുവൻ ഈ ഭൂമിയിൽ ജീവിച്ചാലും എത്ര വർഷം ജീവിക്കും? ആവറേജ് മനുഷ്യായുസ് കേവലം ഒരു 10, 60, 70 എന്ന് ആവറേജ് കൂട്ടാമായിരിക്കും. എന്നാൽ ഈ 70 വർഷം പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. ഈ കഷ്ടതകൾ അല്പനേരത്തേക്കേ ഉള്ളൂ എന്ന് കണ്ട് സന്തോഷിക്കാൻ കഴിയുന്നു. ചിലർ അവരുടെ ജീവിതത്തിൽ ചില സങ്കടങ്ങളോ ദുഃഖങ്ങളോ ചില പോരായ്മകളോ അവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കാതെ വരുമ്പോൾ അവർ നിരാശപ്പെടുന്നു. ഒരുപക്ഷെ ചിലർ
ആത്മഹത്യയിലേക്ക് അഭയം കണ്ടെത്തുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ഒരിക്കലുമല്ല. ചിലർ വിചാരിക്കും ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് ആത്മഹത്യ ചെയ്തങ്ങ് പോയാൽ സന്തോഷമായിരിക്കും. നല്ല പ്രിയരെ, ഒരു മനുഷ്യന് ദൈവം കൊടുത്ത ആത്മാവ്, ജീവൻ, അത് നഷ്ടപ്പെടുത്തുന്നത് ദൈവസന്നിധിയിൽ വലിയ തെറ്റാണ്, വലിയ അപരാധമാണ്. അവർ നിത്യനാശത്തിലേക്കാണ് പോകുന്നത്, നിത്യയാതനയിലേക്കാണ് അവർ പോകുന്നത്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ള കേവലം നമുക്ക് ഊഹിക്കാം, ഒരു 10 ഡിഗ്രി അല്ലെങ്കിൽ 10 നമ്പർ ദുഃഖമാണ് അവർക്ക് ഈ ഭൂമിയിലുണ്ടെന്ന് വിചാരിക്കുക. അത് മാറാൻ വേണ്ടിയിട്ടാണ് അവർ ആത്മഹത്യ ചെയ്യണമെങ്കിൽ 100 അല്ല, 1000 അല്ല, കോടിക്കണക്കിന് മടങ്ങിന് ദുഃഖമുള്ള ഒരു സ്ഥലത്തേക്ക് അവർ പോകും. അപ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഒരിക്കലും നിങ്ങളാരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും വരുത്. ജീവിക്കണം. പ്രതിസന്ധികൾ ചലഞ്ചായി എടുത്ത് അതിനെ ഓവർകം ചെയ്യാൻ തക്കവണ്ണം നാം പോസിറ്റീവായിട്ട് ചിന്തിക്കണം, നാം പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ പരീക്ഷകളും രോഗങ്ങളും പ്രതിസന്ധികളും ആണെങ്കിലും എനിക്കൊരു നല്ല ഭാവി കിട്ടും. അങ്ങനെ ശുഭപ്രതീക്ഷയുള്ളവരാകണം. പോസിറ്റീവ് തിങ്കിങ്, ഒരിക്കലും നെഗറ്റീവ് തിങ്കിങ്ങിന് നാം ഇടം കൊടുക്കരുത്. സാഹചര്യങ്ങൾ പ്രതികൂലമാകാം. ഞങ്ങളുടെ ബാല്യകാലത്ത് ഞങ്ങൾ 3 ആൺമക്കളാണ്. ഞങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് ഞങ്ങൾ വിഷമിച്ചിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരം, അന്നൊക്കെ സങ്കടം വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മരിച്ചങ്ങ് പോകണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല, ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടില്ല. ആഹാരമില്ല, വസ്ത്രമില്ല, മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നിരാശാജനകമായ അന്തരീക്ഷമായിരുന്നുവെങ്കിലും ഭാഗ്യവശാൽ അങ്ങനെ ചിന്തിക്കാൻ ഇടയായില്ലെന്ന് മാത്രമല്ല, എൻ്റെ നല്ല യൗവനപ്രായത്തിൽ നല്ല പോസിറ്റീവ് തിങ്കിങ്ങും പ്രതീക്ഷയും പ്രത്യാശയും തരുന്ന ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാനിടയായി. സത്യസുവിശേഷം. ഈ സുവിശേഷം നിരാശയുള്ള മനുഷ്യന് പ്രത്യാശ കൊടുക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ വചനം, ഈ തിരുവചനം, അതേതെങ്കിലും ഒരു സഭയ്ക്കോ ഒരു മതത്തിനോ വേണ്ടിയിട്ട് എഴുതി വെച്ചതല്ല. ഈ ദൈവം, യേശുക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടേയില്ല. യേശുക്രിസ്തു സ്ഥാപിച്ചതല്ല ക്രിസ്തുമതം. യേശുക്രിസ്തുവിന് ഇന്ന ജാതിയെന്നോ മതമെന്നോ വർണ്ണമെന്നോ വർഗമെന്നോ വ്യത്യാസമില്ല. മനുഷ്യനെന്ന ഏകജാതി, മനുഷ്യർ, അതേ ദൈവത്തിന് ചിന്തയുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു ജനിച്ചപ്പോൾ പറഞ്ഞത് സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷമാണ് ക്രിസ്തു എന്ന്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല യേശു ജനിച്ചത്, ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവവുമല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നു. ഏത് ജാതിയിലും ഏത് മതത്തിലുള്ളവരെയും യേശു സ്നേഹിക്കുന്നു. പക്ഷേ പലരും പറയും, ക്രിസ്ത്യാനികൾ പറയും, ഞങ്ങളുടെ മാത്രം ദൈവമായി യേശുക്രിസ്തു എന്ന്. അല്ലല്ല, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നു. ഏത് മതത്തിലോ ജാതിയിലോ വർഗത്തിലോ വർണ്ണത്തിലോ പെട്ടവർ അവർ യേശുവേ എന്നെ സഹായിക്കണമേ, യേശുവേ എന്നോട് കരുണ തോന്നണമേ, യേശുവേ അവിടെ തന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവനാണ് ജീവനുള്ള ദൈവം. നിങ്ങൾക്കറിയാമല്ലോ, സാധു സുന്ദർ സിംഗ്, അദ്ദേഹം ഉന്നത ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് ഭയങ്കര നിരാശ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? അദ്ദേഹം ചിന്തിച്ചു, എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം? അദ്ദേഹത്തിന് പല ദിവസങ്ങളിലായി ഉറങ്ങാൻ കഴിയുന്നില്ല. നിരാശ ബാധിച്ച യൗവനക്കാരൻ ഒരു മുറിയിൽ കടന്ന് ഇരുന്ന് ഒരു രാത്രികാലം പ്രാർത്ഥിച്ചു. ദൈവമേ, ദൈവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തെയൊക്കെ അദ്ദേഹത്തിന് അറിവുള്ള ദൈവത്തെ അറിയാമായിരുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ബുദ്ധനാണ് ദൈവമെങ്കിൽ, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനാണ് ദൈവമെങ്കിൽ, മറ്റേ ഏതോ ഒരു ദൈവത്തിൻ്റെ അങ്ങനെ കാര്യം പറഞ്ഞു. 3 ദൈവങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ പേര് പോലും പറഞ്ഞില്ല. ഒരു സത്യദൈവം ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം, എൻ്റെ നിരാശ മാറ്റി തരണം. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ പോകുന്ന ട്രെയിൻ പാളത്തിൽ ഞാൻ തലവെച്ച് മരിക്കും. അത്ര നിരാശയിലാണ് അദ്ദേഹം അത് പ്രാർത്ഥിച്ചത്. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴോ കിടന്നുറങ്ങിപ്പോയി. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം ഞെട്ടി ഉണർന്നു. നോക്കിയപ്പോൾ മുറിയിൽ ഭയങ്കര പ്രകാശം. അദ്ദേഹം വിചാരിച്ചു, ഞാൻ ഉറങ്ങിപ്പോയി. 3 മണിക്ക് എഴുന്നേറ്റ് ഈ ദൈവം പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ മരിക്കണമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിങ്ങൾക്കൊക്കെ വായിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമുണ്ട്, സാധു സുന്ദർ സിംഗ്. പക്ഷേ അദ്ദേഹം എഴുന്നേറ്റ് വാച്ച് നോക്കിയപ്പോൾ വെളുപ്പിന് 3 മണിയായിട്ടുള്ളൂ. 3 മണി ആയിട്ടില്ല. ഇതാ മുറിയിൽ വലിയൊരു പ്രകാശം. അദ്ദേഹം ആ പ്രകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുഖം അവിടെ തെളിഞ്ഞു വന്നു. സ്നേഹസ്വരൂപനായ യേശുക്രിസ്തു ആ സാധു സുന്ദർ സിംഗിൻ്റെ മുമ്പിൽ
തൻ്റെ സ്നേഹത്തോടെ, കരുണയോടെ, വാത്സല്യത്തോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന തൻ്റെ സ്നേഹാർദ്ര മുഖം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ മുഖത്തിൽ നിന്നും, ആ നാവിൽ നിന്നും ഒരു ശബ്ദം വന്നു, മൈ സൺ, മൈ സൺ, ഐ വാണ്ട് യു, ഐ വാണ്ട് യു. എൻ്റെ മകനെ, എൻ്റെ മകനെ, എനിക്ക് നിന്നെ വേണം. ഒരു അലൗകിക സമാധാനം സാധു സുന്ദർ സിംഗിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു. അദ്ദേഹം കിടക്കയിൽ നിന്ന് താഴെ ഇറങ്ങി മുട്ടുമടക്കിയിട്ട്, യേശുവേ, ഞാൻ അങ്ങേ എൻ്റെ രക്ഷിതാവ് കർത്താവായി സ്വീകരിക്കുന്നു. ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചില്ല, യേശു എന്നൊരു ദൈവമാണെന്ന് ഞാൻ ചിന്തിച്ചില്ല. ശ്രീബുദ്ധനോ മഹാവിഷ്ണുവോ അങ്ങനെ വേറെ ഏതോ ഒരു ദൈവം, മുഹമ്മദ് നബി, അതെ അങ്ങനെയാണ്, മുഹമ്മദ് നബി ആണ് ദൈവമെങ്കിൽ എനിക്ക് പ്രത്യക്ഷപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. യേശുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പോലുമില്ല. പക്ഷേ യേശുവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. അന്ന് അദ്ദേഹം യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചു. ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സാനുക്കളിൽ എന്നെഴുതിയ പുസ്തകങ്ങളുണ്ട്. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഈ ഭാരതഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് യേശു ക്രിസ്തുവിന് സാക്ഷിയായി ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിൽ ഒരു സന്യാസി വരനെ പോലെ അദ്ദേഹം ജീവിച്ചു. ഞാൻ പറഞ്ഞത്, മതത്തിനും സഭയ്ക്കും കക്ഷിക്കും അതീതമായി പ്രവർത്തിക്കുന്നവനാണ് ക്രിസ്തു. ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നു. നിങ്ങളുടെ കുലമേതെന്നോ, നിങ്ങളുടെ മതമേതെന്നോ, നിങ്ങളുടെ ജാതി ഏതെന്നോ, നിങ്ങളുടെ വർണ്ണമെതെന്നോ ഒന്നും ക്രിസ്തു നോക്കുന്നില്ല. യേശു ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ സമയം നിങ്ങളെ മാടി വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ, നിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, അസന്തുഷ്ടികളുണ്ട്, അസമാധാനങ്ങളുണ്ട്. പക്ഷേ നീ ഒരിക്കലും ആത്മഹത്യ ചെയ്ത് നിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. നിനക്ക് വേണ്ടി ഒരു നല്ല ഭാവി കാത്തിരിക്കുന്നു. ഞാൻ ചിന്തിക്കട്ടെ, എൻ്റെ അമ്മ 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചയാളാണ്. അന്ന് ആത്മഹത്യ ചെയ്ത് പോയെങ്കിൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന വലിയ സന്തോഷം ഞങ്ങളുടെ അമ്മയും അപ്പനും കാണുമായിരുന്നോ? ഇല്ല. പക്ഷേ ഇന്ന് മൂവാറ്റുപുഴയിൽ എൻ്റെ പ്രിയ സഹോദരൻ നടത്തുന്ന സ്ഥാപനം, അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമാണ്. ലോകത്തിലെ തന്നെ 2ാം കിട സ്ഥാപനമാണ്. അവിടെ 14,500 എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു നിലവാരത്തിലേക്ക് എൻ്റെ സഹോദരനെ ഉയർത്തി. അതുമൂലം ഞങ്ങളുടെ കുടുംബം ഉയരാനിടയായി. അന്ന് ഒരു നേരത്തെ ആഹാരത്തിനില്ലാതെ, ഒരു നല്ല വസ്ത്രം ധരിക്കാനില്ലാതെ നിരാശപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുത്തിയെങ്കിൽ ഇന്ന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സൗഭാഗ്യം ഞങ്ങൾ അനുഭവിക്കാൻ ഇടയാകുമോ? ഈ ഭൂമിയിലെ കുറച്ച് സമ്പത്തുണ്ടായി എന്നുള്ളതല്ല ഞങ്ങളുടെ സമാധാനം. ഞങ്ങളുടെ ഹൃദയം നിറയെ സന്തോഷം, കുടുംബത്തിൽ ഐക്യത. കർത്താവിന് സ്തോത്രം. ഞങ്ങൾ 3 സഹോദരങ്ങൾ വിവാഹം കഴിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 31 വർഷമായി. എൻ്റെ ചേട്ടൻ 34, 37 വർഷങ്ങളായി ഓരോരുത്തരും വിവാഹം കഴിച്ചിട്ട്. ഞങ്ങൾ സ്വർഗ്ഗതുല്യമായ കുടുംബജീവൻ നയിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ 4 തലമുറകൾ ജീവിക്കുന്നു. ഐക്യത്തോടെ, സ്നേഹത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു. കാരണം യേശുക്രിസ്തുവാണ്. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാം, ഇന്ന് നിങ്ങൾ കഷ്ടതയിലൂടെയും ഞെരുക്കത്തിലൂടെയും രോഗത്തിലൂടെയും കടബാധ്യതയിലൂടെയും നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. യേശുവിനോട് പ്രാർത്ഥിക്കൂ, നിഷ്കളങ്കമായി പ്രാർത്ഥിക്കൂ. യേശുവേ, എന്നെ ഒന്ന് സഹായിക്കണമേ. എന്നെ ഈ കടബാധ്യതയിൽ നിന്നും, ഈ ഞെരുക്കത്തിൽ നിന്നും, ഈ പരീക്ഷകളിൽ നിന്നും വിടുവിച്ച് എനിക്കൊരു സൗഭാഗ്യമുള്ളൊരു ജീവിതം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സൗഭാഗ്യമുള്ള ജീവിതം തരും. പോരാ, നിത്യസ്വർഗത്തിൽ നിത്യയുഗായുഗം ജീവിക്കാനുള്ള പദവി തരും. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് പരീക്ഷകളിൽ തളരരുത്, വാടരുത്, നിരാശപ്പെടരുത്. പ്രത്യാശയോടെ ഈ പരീക്ഷകളെ ഓവർകം ചെയ്യാൻ തക്കവണ്ണം ഇതൊരു ചലഞ്ചായി എടുത്ത് നമുക്ക് പരീക്ഷകളെ നേരിടാം. ക്രിസ്തുവിലൂടെ നേരിടാം, പ്രാർത്ഥനയിലൂടെ നേരിടാം. അതിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവിടുകയും ചെയ്യാം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.